എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബുധനാഴ്ച കണ്ടാണ് ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. വീഡിയോസ് ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കിലാണ്. തിരക്ക് ഇൻ ദ സെൻസ് എന്താ പറയുക, മക്കൾക്ക് രണ്ടുപേർക്കും പരീക്ഷയാണ്. പ്രത്യേകിച്ച് മൂത്ത ആള് 10th-ലാണ്. അപ്പോൾ ബോർഡ് എക്സാം തുടങ്ങി, 2 എക്സാം ഓൾറെഡി ഫിനിഷായി. അപ്പോൾ ഒരുപാട് പേര് അതുപോലെ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം. ദൈവം സഹായിച്ചിട്ട് രണ്ടും നല്ല എളുപ്പമായിരുന്നു. ഇനി 3 കൂടെ വരാനുണ്ട്. അപ്പോൾ അത് 18-ാം തീയതി വരെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 12 എക്സാം 6 ദിവസം എന്താ പറയുക, ഒരു തൃശ്ശൂപൂരം പോലെ പടക്കം പൊട്ടണ പോലെ കിടക്കിടാന്ന് പൊട്ടി അങ്ങനെ പെട്ടെന്ന് അങ്ങ് അവസാനിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, 1 മാസം നീണ്ടു നിൽക്കുന്ന എക്സാമാണ്. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ല. പക്ഷേ കുട്ടികളുടെ കൂടെ നമ്മൾ ഇരിക്കേണ്ടേ, അവർ ചോദിക്കുന്ന സമയത്ത് ആഹാരം, അവർ വീട്ടിലാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വിശപ്പ് കൂടുതലായിരിക്കും. പിന്നെ കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പ്രയോറിറ്റി നമുക്ക് മക്കൾക്ക് കൊടുക്കണം. പിന്നെ ചെറിയ മോനാണെങ്കിലും പരീക്ഷയുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിൽ വെച്ചതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനിൽ വരാതിരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കുറേ അമ്മമാരില്ലേ ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കിലല്ലേ ഈ സമയത്ത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. ബജ്ജി എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ ബജ്ജി ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഞാൻ തന്നെ ഒരുപാട് ബജ്ജി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കാബേജ് വെച്ചിട്ടുള്ള ഒരു ബജ്ജിയാണ്. അപ്പോൾ കാബേജ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും സാധാരണ എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അല്ലേ. എൻ്റെ വീട്ടിലും എൻ്റെ മക്കൾ കഴിക്കാത്തൊരു വെജിറ്റബിളാണ് ക്യാബേജ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരറിയില്ല, അവർ നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികളെ ക്യാബേജ് കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് ബജ്ജി. അതിനുശേഷം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്കിലോ അതിൻ്റെ മുമ്പത്തെ വീക്കിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് വെച്ചിട്ടുള്ള ബജ്ജി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാബേജ് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ കാബേജ്, ഒരു ചെറിയ കാബേജിൻ്റെ 1/4 ഭാഗം കേട്ടോ, അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കട്ടിയുള്ള കാബേജിൽ നമുക്ക് പിന്നെ വെള്ള കട്ടിയുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ തിക്കായിട്ടുള്ള ഭാഗം ഞാൻ കളഞ്ഞിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഞാൻ ഓരോ ഇതളും തനിയെ മാറ്റിയെടുത്ത് വാഷ് ചെയ്തു. അതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം കാബേജിലൊക്കെ ഇപ്പോൾ നല്ലോണം വിഷം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ എല്ലാ കാബേജൊക്കെ അരിയുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സെപ്പറേറ്റ് ഓരോ ഇതളെടുത്തതിന് ശേഷമാണ് അരിയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ കാബേജ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതും ഇതേപോലെ തന്നെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നൈസാക്കി അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഈ കാബേജും അതുപോലെ തന്നെ സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച്. അപ്പോൾ നമ്മൾ ഉള്ളിവട ചെയ്യുമ്പോൾ ഉള്ളി മാത്രമാണ് ഇടാറുള്ളത്. കാബേജും കൂടെ ഇടുമ്പോൾ കാബേജിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ഉള്ളി ഇടാറുണ്ട്. അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരിക. കാബേജ് തനിയെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഇല്ലാണ്ടൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി സ്വാദ് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പ് ആദ്യം ഇടാൻ പാടില്ല. അറിയാലോ, ബജ്ജിയിലൊക്കെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സവാളയിലും കാബേജിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം സാധാരണ രീതിയിൽ ചേർക്കേണ്ടി വരാറില്ല. ഓക്കെ, അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളക് നൈസാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതല്ലെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഈ പച്ചമുളക് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇവിടെ പച്ചമുളക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില നൈസാക്കി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കായം ഫ്രഷ് കട്ടക്കായം പൊടിക്കുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഫ്രഷായി പൊടിച്ചിട്ടുള്ള കായത്തിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് വരും. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഇതിലോട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സവാളയൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ, ക്യാരറ്റ് ഫ്രിഡ്ജിൽ, കാബേജ് ഉണ്ടെങ്കിൽ നമുക്ക്
പെട്ടെന്ന് ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത് സന്തോഷത്തിനേക്കാളേറെ. എൻ്റെ വീട്ടിൽ അമ്മ ഉള്ളി പക്കോട ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ് ലൈഫിൽ ആദ്യമായിട്ട് ഈ പക്കോട ടേസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന രശ്മിയാണ്. ഞാൻ ഗിസൈസിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ സെയിം ബിൽഡിങ്ങിലായിരുന്നു. ഇപ്പോൾ രശ്മി നമ്മുടെ കൂടെ ഇല്ല, ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. ഒരു 5 വർഷമായി ഇപ്പോൾ മരിച്ചിട്ട്. എന്താ പറയുക, വല്ലാത്ത സങ്കടകരമായ കാര്യമാണ്. എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ രശ്മീനെ. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ എനിക്ക് അവളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നോക്കൂ, ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിനി ഇതിലോട്ട് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പുട്ടുപൊടിയോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടലമാവ് ഇട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എത്ര വേണമെന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇതിലത്തെ വെള്ളം മാത്രം മതി. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് വരിക. അത് പോരാ. ഓവർ കടലമാവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് രസം മുന്നോട്ട് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട്, അതായത് പരസ്പരം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കിതിലോട്ട് കടലമാവ് ചേർത്താൽ മതി കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതിൽ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതിലേക്ക് ആട്ടയോ മൈദയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. നമ്മൾ ബജ്ജി എന്ന് പറയുമ്പോൾ കടലമാവാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ആട്ടയും മൈദയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷെ അത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളതിനെ ബജ്ജി എന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ ഇത് മതിയാവും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പും എരിവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. എരിവുണ്ട്, ഉപ്പൊക്കെ നല്ല വൃത്തിയാണ്. ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കും. അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബജ്ജിക്ക്. അത് ഓപ്ഷനിലാണ്. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രം മതി കേട്ടോ. ഓവർ പഞ്ചസാര ഇടരുത്, അപ്പോൾ പിന്നെ ബജ്ജിക്ക് മധുരം വരും. നമ്മൾ എന്തിടുമ്പോഴും അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വളരെ നൈസായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം എന്ന് വെച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ പക്കോട. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു കടായി വയ്ക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ക്രിസ്പിനെസ് കുറച്ച് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ അളവ് 3 ടേബിൾ സ്പൂണാണ്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ കടലമാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ ഈ കൂട്ട് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പക്കോട ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അടച്ച് വെക്കാം. ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെക്കാണ്ട് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയാൽ മതി. കാരണം ഇത് പക്കോടയൊക്കെ നമ്മൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇത് തിരിച്ചിടണം. തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് നല്ലതായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ആ തീ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണേ, മീഡിയം എന്നുള്ളത്. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളർ ആകും. പക്ഷെ ഉള്ളിൽ ഈ കടലമാവൊന്നും കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. മാത്രമല്ല ഒരു കൈപ്രസം ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് കടലമാവ് കുക്കായിന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ഈ ഭാഗം ഇപ്പുറത്തെ ഭാഗം നന്നായിട്ട് ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്കങ്ങ് കോരി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ മാറ്റാം. ഇതാ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുക്കാം. എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ അങ്ങ് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാതും ആവശ്യമുള്ള സമയത്ത് മാത്രം അങ്ങ് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ ഞാൻ ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആവിക്കുട്ടൻ വീട്ടിലുള്ള കാരണം അവന് കൊടുക്കാമല്ലോ. നന്ദുക്ക് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതേപോലെ ജാൻചേട്ടൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ സ്പൂണിലെടുത്തിട്ട് ഇടാം കേട്ടോ. പക്ഷേ സ്പൂണിലെടുത്തിടുന്നേക്കാളും എനിക്ക് കംഫർട്ടബിൾ കൈ കൊണ്ട് ചെയ്യുന്നതാണ്.
പക്ഷെ സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ കൈയൊക്കെ നീറുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. പക്ഷെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തി കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തന്നല്ലോ. ഇതും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ക്രിസ്പി ആയി എന്ന് പറഞ്ഞാൽ അവസാനം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൈപ്രസം വരും, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. അടിപൊളിയാണ്, അടിപൊളിയാണ്. ആ ക്രഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ അളവ് ചേർക്കണം. ഇതിപ്പോൾ വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് കൂട്ടി കഴിക്കാം, മയോണൈസ് കൂട്ടി കഴിക്കാം, എന്താണ് നിങ്ങൾക്ക് ഇത് കൂട്ടി കഴിച്ചോളൂ. പക്ഷേ എനിക്ക് വെറുതെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ പിള്ളേർക്കൊക്കെ കെച്ചപ്പാണ് ഇഷ്ടം. അപ്പോൾ ഞാനെങ്കിൽ ബാക്കി ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് കഴിക്കുന്ന ആ ഒരു എന്താ ഒരു അന്തസ് എന്നൊക്കെ പറയില്ല നമ്മൾ. പക്ഷേ ഇവിടെ പൊടിക്കാറ്റാണ്. അപ്പോൾ മഴയ്ക്ക് പരമായിട്ട് ഞാൻ പൊടിക്കാറ്റെങ്കിലും ആസ്വദിച്ചിട്ട് പുറത്ത് പോകാൻ പറ്റില്ല, വീട്ടിലിരുന്നിട്ട് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. So apparently I have board exam and Atu has his finals and this is what we do. Yeah. They are trying to cheer me up. Yes, my mom is my beautiful personal cheerleader. Right, Mom? Yeah, of course. I recycled it. I can only do that 4 times. You got orange. But you can't recycle at the last. That one, you can only do 1 more time. Okay. You can't just choose whatever color you want. That's why the dice is there. Ball. Oh wow! Okay, can I put that back? No. Why? Why? Atu, this is like the Pictionary incident in Friends. Why can I put this back? Why? You already knocked it down. You know what's a Pictionary incident, Amma? Yeah. We played with Ammu, remember? With the game. So what happened is